സംസ്ഥാനത്ത് വേനൽ ചൂടിന് ആശ്വാസമായി മഴയെത്തും. വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വരുന്ന ബുധനാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൊതുയിടങ്ങളിൽ തണ്ണീർപ്പന്തൽ ഉറപ്പാക്കണമെന്നും അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ റൂഫ് ഒരുക്കണമെന്നും പിണറായി വിജയൻ. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഓവർലോഡ് ആകുമ്പോഴുള്ള സ്വാഭാവിക നിയന്ത്രണം മാത്രമെന്നും കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്നും മന്ത്രി. കറണ്ട് ചാർജ് കൂട്ടാതിരിക്കാൻ ശ്രമിക്കുന്നുവെന്നും വൈദ്യുതി ഉപയോഗം 6195 മെഗാവാട്ട് പിന്നിട്ടുവെന്നും ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി. കൊടും ചൂടിനിടെ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗും വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തിരഞ്ഞെടുപ്പ് കാലത്ത് കെട്ടിപ്പൊക്കിയ പവർ കട്ടില്ലാത്ത 10 വർഷമെന്ന പെരുംനുണ ഇതാണോ എന്നും വി ഡി സതീശൻ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച ശക്തന്റെ തട്ടകത്തിൽ പൂരവിളംബരം. കൊമ്പൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂരവിളംബരം നടത്തി. പൂരവിളംബരത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ അണിനിരന്നു. തൃശൂർ മുണ്ടത്തിക്കോട് ഇന്നും തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ ദിവസവും സമീപത്തെ പാടശേഖരത്തു നിന്നും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. 200ഓളം പോലീസുകാർ ഉൾപ്പെട്ട സംഘമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയത്. കെടാവർ നായ്ക്കളുടെ സഹായത്തോടെയാണ് തിരച്ചിൽ. പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് ശാലയിൽ നിരോധിത സ്ഫോടക വസ്തുക്കളില്ല. സാമ്പിളുകളുടെ രാസപരിശോധനയിലാണ് കണ്ടെത്തൽ. എന്നാൽ അനുമതിയുള്ളതിലും കൂടുതൽ അളവിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതിനുള്ള കേസ് തുടരും. പടക്ക സാമഗ്രികൾ ഇവിടെ നിന്നും ഉടൻ മാറ്റി നിർവീര്യമാക്കും. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് മരണപ്പെട്ട് 16ാം ദിനം സുപ്രധാന വിധി. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അധ്യാപകൻ ഡോക്ടർ റാമിന് ജാമ്യം നിഷേധിച്ചു. വിദ്യാർത്ഥി ജാതി അധിക്ഷേപം നേരിട്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി 2ാം പ്രതി ഡോക്ടർ സംഗീതയ്ക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ താക്കീതുമായി KPCC. പരസ്യപ്രസ്താവന വിലക്കി. പരസ്യപ്രതികരണങ്ങൾ തുടർന്നാൽ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി ചർച്ചകളിൽ പ്രവർത്തകർ അസംതൃപ്തരാണ്. ചർച്ചകൾ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതായും അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശബരിമല ക്ഷേത്രത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ പറപ്പിച്ച സംഭവത്തിൽ കോസ്റ്റ് ഗാർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ADGP റിപ്പോർട്ട്. കോസ്റ്റ് ഗാർഡിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും റിപ്പോർട്ടിൽ. ADGP S ശ്രീജിത്തിന്റെ റിപ്പോർട്ട് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറി. വിശദമായ അന്വേഷണത്തിന് ADGP പത്തനംതിട്ട SPയെ ചുമതലപ്പെടുത്തി.